വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എങ്ങോട്ടാ ഈ പെട്ടിയും തൂക്കി പോണത്. പണി തിരുവനന്തപുരത്താണെങ്കിലും നാടും വീടൊക്കെ കോഴിക്കോടാണ്. കലോത്സവം പൊളിക്കാൻ വേണ്ടി പിള്ളേരെത്തുമ്പോൾ ഞാൻ അവിടെ അല്ലാതിരുന്നാൽ ശരിയാകുമോ? ഇപ്രാവശ്യം കലോത്സവം പൊളിക്കാൻ ഞാനും എൻ്റെ ടീമും കോഴിക്കോടുണ്ട്. പ്രേം ശശി പൊളിക്കണ്ടേ കലോത്സവം? നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരെയല്ലേ? ഇവിടുത്തെ നാടിനെ നാട്ടുകാരെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ പോന്നാൽ മതി. പോന്നോളി. രാമേട്ടാ, നിങ്ങളെ കൂട്ടാൻ എങ്ങനെയാ? ഓഫീസിൽ നിന്ന് വണ്ടി വരുമോ? ഞാൻ ഓട്ടോയിലാ പോണ്. ഈ ഉത്സവോട്ടം എന്താണെന്നല്ലേ, കലോത്സവത്തിനായിട്ട് 10-30 വണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ, നമുക്ക് പോകേണ്ടടുത്ത് പോവുകയും ചെയ്യാം. നമ്മുടെ ഉത്സവ വണ്ടിയല്ലേ? ഇന്നൊന്ന് വിക്രം മൈതാനത്താക്കി തരുമോ? കേട്ടോ, എന്താണ് ഈ ഉത്സവം? പുതിയ സെറ്റപ്പ് അല്ലേ? പുതിയ സെറ്റപ്പാണ്. നമ്മള് ഇവിടെ എത്തുന്ന കുട്ടികൾക്കെല്ലാം തന്നെ യാത്ര ചെയ്യാനും അതേപോലെ അവർക്ക് മത്സരവേദികളിലേക്ക് എത്താനും കോഴിക്കോട്ട് ഓട്ടോക്കാർ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഉത്സവ ഓട്ടോ എന്നുള്ള രീതിയിലുള്ളത്. ഇത് നമ്മളെ മീറ്റർ ചാർജിൽ നിന്നും 3 രൂപ കുറച്ചിട്ടാണ് നമ്മൾ സർവീസ് നടത്തുന്നത്. രാമേട്ടാ, ഇതാട്ടോ നമ്മുടെ മാനാഞ്ചിറ. ചിറയാണിത്, ചിറ. ഈ ഒരു കാരണം കൊണ്ടും കൂടിയാണ് നമ്മുടെ മാനാഞ്ചിറയ്ക്ക് മാനാഞ്ചിറ എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഭാസ്കരേട്ടന്റെ കട. കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ മിൽക്ക് സർബത്ത് ഭയങ്കര ഫേമസ് ആണ്. ഹേമന്തേട്ടാ, ഭക്ഷണശാല എവിടെയാ? ഭക്ഷണശാല നമ്മളെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളെ പഴയടത്ത് തന്നെയാ? പഴയടത്ത് തന്നെ. ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കലോത്സവ വണ്ടിയിലാണ് അവർ വന്നത്. ഇപ്പൊ ഇതാ പഴയടത്തിന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കോഴിക്കോട്ടുകാർക്ക് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം കഴിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ കലോത്സവത്തിനെത്തിയ കലാപ്രതിഭകൾ ഫുൾ സെറ്റ് ആണ്. ഇത് വേദി മാത്രമല്ല, വിദ്യാർത്ഥിനികൾക്ക് താമസിക്കാനുള്ള താമസ സൗകര്യവും ഒരുക്കിയിട്ടുള്ളത് ഈ നടക്കാവ് സ്കൂളിൽ തന്നെയാണ്. ഇവിടെ പരിശീലിക്കുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടാവാം, പോവാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടാവാം, മത്സരാർത്ഥികൾ ഉണ്ടാവാം. നമുക്ക് എന്തായാലും ഓടിപ്പോയി തിരിച്ചു വരാം. ഞാനേതും നീ വായിക്കും. 14 ദിവസം. ഇവിടുന്ന് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്ന നാടകത്തിന്റെ രഹസ്യമാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടിപ്പോയി എത്തി നോക്കിയിട്ട് വരാം. യാക്കോബേ, നിന്റെ ആത്മാവുമായി ഞാൻ മുകളിലേക്ക് പറക്കും, അല്ലെങ്കിൽ നരകം നരകം. അപ്പൊ യാക്കോബ് ബൈ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വിക്രം മൈതാനത്താണ്. കലോത്സവത്തിന്റെ പ്രധാന വേദി. നമ്മുടെ ഹേമന്തേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ബാക്കി ഇനി തട്ടിക്കാണാം. അപ്പൊ കലോത്സവം പൊടിപൊടിക്കാൻ കുട്ടികളെ റെഡിയാണ്, കവർ ചെയ്യാൻ ഞങ്ങളും. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം കാർത്തിക മഠത്തിൽ, മാതൃഭൂമി ന്യൂസ്.